നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഗണപതി സ്തുതി പരിചയപ്പെടാം. ഏകതാളത്തിലുള്ള ഒരു പാട്ടാണ്. വിഘ്നേശ്വരനെ ഞങ്ങൾ കൈവണങ്ങിടുന്നേ, വിഘ്നങ്ങൾ തീർത്തു തുണച്ചിടേണം. അങ്ങനെ വരുന്നൊരു സ്തുതിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പാട്ടിൻ്റെ സ്റ്റെപ്സുകൾ പരിചയപ്പെടാം. എന്നിട്ട് പാട്ടിൻ്റെ കൂടെ എങ്ങനെ കളിക്കാമെന്ന് പഠിക്കാം. ഒരു അത്യാവശ്യം കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് മൂവ്മെൻറ്റ്സ് ഇല്ല അതിനകത്ത്. എല്ലാം ഏകതാളത്തിലാണ് അവസാനിപ്പിക്കുന്നത്. അപ്പം നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യണത് ഇങ്ങനെ ഉരുട്ടി കൊട്ടി കാല് ഫ്രണ്ടിലേക്ക് വയ്ക്കും. 1 2 പിന്നെ ആ ഫ്രണ്ടിൽ വെച്ച കാല് തന്നെ വീണ്ടും കൊടുക്കും. അപ്പോൾ 1 2 3 4. ഇനി ഈ ലെഫ്റ്റ് ഇതന്നെ ബാക്കിലേക്ക് ഒന്നുകൂടി ഞാനത് ഫുള്ളായിട്ടൊന്ന് കളിച്ച് കാണിച്ചു തരാം. 1 2 3 4 5 6 7 8. എല്ലാം വെച്ച കാലിനടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കുക. അത്രേ പണിയുള്ളൂ. വളരെ വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. ആദ്യത്തേന് കൈ മലർത്തിയിട്ടാണെങ്കിൽ പുറകിൽ കുത്തുമ്പോൾ 2 കൈ കമിഴ്ത്തും. അത്ര വ്യത്യാസമുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കാണിച്ചു തരാം. 1 2 3 4 5 6 7 8. ഇനി ഈ ലെഫ്റ്റിലാണ് നമ്മൾ തുടങ്ങുന്നത്. 1 2 3 4 5 6 7 8. അങ്ങനെ അവസാനിപ്പിക്കും. 2 സൈഡിലേക്കും ഒരേ സ്റ്റെപ്പ് തന്നെ കളിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാല് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് 1 2 3 4. ഒന്നുകൂടെ കാണിച്ചു തരാം. ലെഫ്റ്റ് കാലിൻ്റെ നേരെ ഫ്രണ്ടിൽ വലത്തെ കാല്, എന്നിട്ട് കുത്തി അടുത്ത് ചവിട്ടി അകലെ വെച്ചു. ഇനി കൈ 1 2 3 4 1 2 3 4. ഇതിൽ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പും സൈലൻ്റ് ആയിരിക്കും. പക്ഷെ 3 അതിനവിടെ അമർത്തി ചവിട്ടി താഴ്ന്ന ഈ പൊട്ടണ സൗണ്ട് കാലുകൊണ്ട് ഉണ്ടാക്കണം. അതിനിങ്ങനെ വിരലിങ്ങനെ പൊക്കി ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടിയാൽ കിട്ടും. ഒന്നുകൂടെ അതെടുത്ത് 2 സൈഡും കാണിച്ചു തരാം. 1 2 3 4 1 2 3 4. ഇതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ഇനി മൂന്നാമത്തെ നോർമൽ 8 സ്റ്റെപ്പ്. അപ്പോൾ 1 2 3 4 5 6 7 8. ഇത്രയും സ്റ്റെപ്സ് ലെഫ്റ്റിൽ തുടങ്ങും. 1 2 3 4 5 6 7 8. ഈ സ്റ്റെപ്പ് ഇല്ലാത്തൊരു തിരുവാതിരക്കളി ഉണ്ടാവില്ല. ഇത്രയും കോമൺ ആയിട്ടുള്ള സ്റ്റെപ്പാണിത്. അപ്പോൾ ഇതിനെ കുറിച്ച് പുറകിലേക്കൊന്ന് പോയാൽ അറിയാം. ട്യൂട്ടോറിയൽ എടുത്ത് നോക്കിയാൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരിക്കൽ കൂടെ പറയാം. 1 2 2. ഈ കാല് നോക്കിക്കോളൂ. ഈ ലെഫ്റ്റ് കാല് ആ പോയിൻ്റിൽ നിന്ന് മാറില്ല. ഇനി 2 3 4 അവിടെ തന്നെ എത്തി. 5 6 വീണ്ടും അവിടെ എത്തി. 7 8. ഇത്രയും. ഇനി ഈ ലെഫ്റ്റ് എടുത്തിട്ട് ഇത്രയും സ്റ്റെപ്സ് മറ്റേ സൈഡിലേക്കും കളിക്കും. 1 2 3 4 5 6 7 8. ഇനി ഓരോ 2 സ്റ്റെപ്പിനും ഒരേ കൈയിൻ്റെ സ്റ്റെപ്പ് ഒരേപോലെ ആയിരിക്കും. കണ്ടോ? 1 2 ഒന്നും ചെയ്യാനില്ല. 3 4 ഇതിനും ഒന്നും ചെയ്യണ്ട. 5 6 അവിടെ വന്നു. 7 മാത്രം 7 മലർത്തിയ 8 കമിഴ്ത്തും. ഇവിടുന്ന് എടുത്ത കൈയിനെ ഇവിടെ അല്ല വെക്കേണ്ടത്. ഇത്രയും അകലേക്ക് വെച്ചിട്ട് വേണം ഇവിടെ വയ്ക്കാം. അപ്പം 3 സ്ഥലത്തായിട്ടാണ് കൈ വരുന്നത്. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ
ഇത്രയും കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ 1 2 3 4 ഇത് 2 കൈ കൊണ്ട് കാണിക്കാം. 1 2 3 4 വീണ്ടും 1 2 3 4 ഇതേ ലൈൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റം, താളത്തിലൊന്നും മാറ്റം വരുത്തുന്നില്ല. താളത്തിൽ ശരിക്കും ഇത് നല്ലപോലെ മാറ്റാൻ പറ്റിയ സ്റ്റെപ്പാണ്, ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയ സ്റ്റെപ്പാണ്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്ക് ഒരേ ഏകതാളത്തിൽ അവസാനിപ്പിക്കാൻ പറ്റിയൊരു സ്തുതിയാണല്ലോ. അപ്പോൾ ഒരേ താളമായിരിക്കും. പക്ഷെ കൊട്ട് 2 എടുത്തു. ആദ്യത്തെ നമ്മൾ ഒരു കൊട്ട് കൊട്ടിയിട്ടല്ലേ എടുത്തത്, ഇത് 2 കൊട്ട് വരും. 1 2 3 4 വീണ്ടും 1 2 3 4 കഴിഞ്ഞാൽ കാലിങ്ങനെ നിൽക്കുമായിരിക്കും. 1 2 3 4 1 2 3 4 ഇങ്ങനെ സ്റ്റെപ്പും കൂടെ ഉണ്ട്. കൈ ഫ്രണ്ടിലേക്ക് നീട്ടി ഇത്രയും ഇവിടുന്ന് കൊട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 1 2 1 2 1 2 1 2 അതായത് സമത്തിൽ വെച്ചു കാല്, എന്നിട്ട് അകലെ വെച്ചു, വീണ്ടും സമത്തിൽ വെച്ചു, അകലെ വെച്ചു, വീണ്ടും സമത്തിൽ വെച്ചു, അകലെ വെച്ചു. അതായത് ആദ്യം എടുത്ത കൊട്ടും ഇതും കൂടെ ഉള്ളൊരു വ്യത്യാസം കൂടെ കാണിച്ചു തരാം. കണ്ടോ, നമ്മളിപ്പോൾ ഇത് കളിച്ചതല്ലേ അല്ലേ? ആ ചോടേ അല്ല, കാരണം അത് സമത്തിലല്ല കാല്, ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് പുറകിൽ കുത്തുന്നതാ. മറ്റേത് നോക്കൂ, വ്യത്യാസം മനസ്സിലായോ? ഇത് 4 ചുവട് കഴിഞ്ഞിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് 1 2 3 4 ഇനിയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. മറ്റേത് 2 വീതം റിപ്പീറ്റ് ചെയ്യും. 1 2 1 2 1 2 1 2 ഇത്രയും നമുക്ക് പാട്ടിൻ്റെ കൂടെ ഒന്ന് കളിച്ചു നോക്കാം. ഈശ്വരനെ ഞങ്ങൾ കൈവണങ്ങിടുന്നേ, ഞങ്ങൾ തീർത്തു തുണച്ചിടേണം. വാണി സരസ്വതി എപ്പോഴും എന്നുടെ നാവിന്മേൽ വന്നു വിളങ്ങിടേണം. വന്ദനവിധാനങ്ങൾ തന്നിടുന്നേ, വന്ദനം വന്ദനം ഈ സദസ്യരേ. ഇന്നീതാ ഞങ്ങൾ കഴിക്കും കളിയരിൽ, ഇന്നീതാ ഞങ്ങൾ കഴിക്കും കളി അതിൽ പിഴയാതെ കാത്തിടേണം. വിധാനങ്ങൾ ഇത്രയാണ് ഒരു ഗണപതി സരസ്വതി സ്തുതിയാണ്. ഒരു 1.5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് മത്സരങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റേജിൽ ഒരു 10 മിനിറ്റ് പ്രോഗ്രാം ചെയ്യുന്ന ആ സമയത്തൊക്കെ വയ്ക്കാവുന്ന ചെറിയൊരു സ്തുതിയാണ്. ഏകതാളത്തിലാണ് അവസാനിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.